ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല സമയത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രകാരമായിരിക്കാൻ നല്ലവനാകുന്ന ദൈവം ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. കഴിഞ്ഞ ഒരു ആഴ്ച മുഴുവനും കർത്താവ് നമ്മെ അത്ഭുതമായി പരിപാലിച്ചു. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെയും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പോലെയും നമ്മൾ അല്പമല്ലാത്തതാകുന്ന പ്രയാസങ്ങൾ കൂടെ നാം മാത്രമല്ല ലോകം മുഴുവനും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നെ ചിറകിന്റെ മറവിൽ നമ്മളെ മറച്ചതോർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ആ ദൈവത്തിന് സ്തോത്രത്തോടുകൂടെ ഇന്നത്തെ ഈ നല്ല വിശുദ്ധ ദിനത്തിൽ കടന്നു വരുന്നു. കർത്താവ് നമ്മെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വചനത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ ധൈര്യത്തിനും നിങ്ങളുടെ ഉറപ്പിനും ആത്മീക വർധനവുമായിട്ട് തീരട്ടെ. അതുകൊണ്ട് ഞാൻ ആ വചനത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. 78-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 52-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. 52-ാമത്തെ വാക്യത്തിൽ, എന്നാൽ എന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി. അടുത്ത വാക്യം കൂടി വായിക്കുന്നു, അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടി ഉണ്ടായില്ല, അവിടെ ശത്രുക്കളെ സമുദ്രം മൂടിക്കളഞ്ഞു. ഈ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം എപ്രകാരം നടത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് അറിവുള്ളതുപോലെ നീണ്ട 40 വർഷം ഇസ്രായേലിലെ മരുഭൂമിയിൽ കൂടി നടത്തിയ ദൈവത്തിന്റെ ആ കരുതലിന്റെ പദ്ധതികളെ കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നീണ്ട 40 വർഷവും ദൈവമായ കർത്താവ് അവരെ ക്ഷേമത്തോടെ നടത്തി എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പലവിധമായ പ്രയാസങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു, പ്രതിസന്ധികൾ കടന്നു വന്നു, പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി അവർ കടന്നുപോയി. എന്നാൽ അവിടെയൊക്കെ ദൈവം അവരെ തള്ളിക്കളഞ്ഞില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മപ്പെടുത്തിയ പോലെ കർത്താവിന്റെ മക്കളാണ് നമ്മൾ. അപ്പം നമ്മളെക്കുറിച്ച് കർത്താവിന് പ്രത്യേകമായിട്ടുള്ള കരുതലുണ്ട്. ദൈവത്തിന്റെ ആ ചിറകിന്റെ മറവിലാണ് ദൈവമക്കളായിരിക്കുന്നു എന്ന ആ വലിയ ബോധം നമ്മളെ ഭരിക്കുകയും ചെയ്യണം. ഇവിടെ പറയുന്നത്, ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, തന്റെ ജനത്തെ കർത്താവ് ഒരാടുകളെ പോലെ പുറപ്പെടുവിച്ചു എന്നാണ്. നമുക്കറിയാമല്ലോ നമ്മുടെ കർത്താവ് എന്ന് പറയുന്നത് നമ്മുടെ ശ്രേഷ്ഠ ഇടയൻ ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ ഒരു നല്ല ഇടയനാകുന്ന കർത്താവിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവ് നല്ല ഇടയൻ എന്നവിടെ കാണുകയാണ്. അവിടെ വായിച്ചു വരുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ 10-ന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജോൺ ചാപ്റ്റർ 10:3 പറയുന്നു, അവന് വാതിൽ കാൽക്കാൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, എന്നിട്ട് തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. മാത്രമല്ല അടുത്തത്, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. അപ്പൊ ഇതാണ് ഒരു ശ്രേഷ്ഠ ഇടയന്റെ കരുതൽ, തന്റെ ആടുകളെ കുറിച്ചുള്ള കരുതൽ നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഇവിടെ വായിച്ചു, അതെന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന ഒരു സെന്റൻസ് ആണ്. ആ ഇടയൻ അവയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് മുൻപായി നടക്കുന്നു എന്നാണ്. അപ്പോ നമ്മളത് മനസ്സിലാക്കുക, നമുക്ക് മുൻപായി പോകുന്ന ഇടയൻ, നമുക്ക് മാർഗദർശിയായി വഴികാട്ടിയായി മുൻപായി പോകുന്ന ഒരു നല്ല ഇടയൻ. നമ്മൾ ഇന്ന് വരെ ഈ സമയം വരെ ആ ഇടയന്റെ പിറകെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്കുള്ള ധൈര്യം എന്ന് പറയുന്നത്, ഒരു വിശ്വാസിയുടെ ധൈര്യം എന്ന് പറയപ്പെടുന്നത്, എന്റെ കർത്താവ് എനിക്ക് മുന്നമേ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി മുന്നമേ കടന്നു പോയിട്ടുണ്ട്. നമ്മള് യെശയ്യാവ് 45-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കോരശനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും.
അപ്പോൾ അവന്റെ ആടുകളാകുന്ന നമ്മുടെ മുമ്പിലൂടെ തന്നെ മുമ്പിൽ കർത്താവുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ആ കർത്താവിനെ, അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇതാണ് ഒരു ആടെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, ഇടയന്റെ ശബ്ദം നമ്മൾ അറിയുക. നമ്മൾ ഇടയന്റെ ശബ്ദം അറിയുന്നില്ല എങ്കിൽ, അല്ലെ അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയാതെ പോയാൽ നമ്മുടെ യാത്ര അത്ര സുഗമമായിരിക്കത്തില്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഈ അനന്തരഫലം ഇവിടെ പറയുന്നൊരു സംഭവമുണ്ട്. 5-ാമത്തെ വാക്യത്തില്, അന്യന്മാരുടെ ശബ്ദം അറിയായതുകൊണ്ട് അവൻ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. അന്യന്മാരുടെ ശബ്ദം അറിയായിക കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. അപ്പൊ നമുക്കറിയാവുന്ന ശബ്ദം, അല്ലെങ്കിൽ നാം കേട്ടിട്ടുള്ള ശബ്ദം എന്ന് പറയപ്പെടുന്നത് ശ്രേഷ്ഠ ഇടയനാകുന്ന കർത്താവിന്റെ ശബ്ദം മാത്രമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ നാളുകളിലെ അനേക ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അനേക കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. നിരാശപ്പെടുത്തുന്ന, ഭാരം വരുത്തുന്ന, ഭയം വരുത്തുന്ന, വേദന ഉളവാക്കുന്ന, ദുഃഖമുളവാക്കുന്ന അനേക വാർത്തകൾ നമ്മൾ കേട്ടു, അനേക ശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, ആ ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാതെ നമ്മൾ നമ്മുടെ ഇടയന്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുക. ചെവി കൊടുക്കുക മാത്രമല്ല, ആ ഇടയനെ നമ്മൾ അനുഗമിക്കുക എന്നുള്ളതാണ്. ഇന്ന് പകൽക്കാലം ഈ ഒരാഴ്ചയിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട കാര്യം, പല ശബ്ദങ്ങൾ കേൾക്കുമ്പോഴും അതിന്റെ പിറകെ പോയി അതിന്റെ പിറകെ നടന്ന് നമ്മുടെ സമയം വൃഥാവാക്കാതെ നമ്മൾ യേശുവിന്റെ ശബ്ദം കേട്ട് യേശുവിനെ നമ്മൾ പിൻഗമിക്കുക എന്നുള്ളതാണ്. നല്ല ഇടയൻ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല. അടുത്ത ഭാഗം ഇങ്ങനെ അവിടെ ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്: മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവൻ നടത്തി. എന്തിനു പറയുകയാണ്? അവനെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. അപ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം നിർഭയമായി മരുഭൂമിയിൽ കൂടെ നടത്തിയെന്ന ഭയമില്ല അവർക്ക്. ഇന്ന് പകൽക്കാലം നമുക്കറിയണം, ലോകം മുഴുവനും ഭയത്തിന്റെ അനുഭവത്തിലാണ്. ലോകം മുഴുവനും ഭയമാണ്, ഭയത്തിന്റെ അനുഭവത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ദൈവമക്കൾ ഭയപ്പെട്ടു പോകണ്ട. ദൈവമക്കൾ ആരും അധൈര്യപ്പെട്ടു പോകണ്ട. ഒരുപക്ഷെ നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ അയൽവക്കത്ത് ഒക്കെ ഇന്നത്തെ ഈ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ ദൈവമക്കൾ ഭയപ്പെട്ടു പോകണ്ട. ധൈര്യപ്പെടുക, കർത്താവിൽ ധൈര്യപ്പെടുക. എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, എന്റെ കുടുംബത്തോട് കൂടെയുണ്ട്, എന്റെ കുഞ്ഞുങ്ങളോട് കൂടെയുണ്ടെന്നുള്ള ആ വലിയൊരു ബോധ്യം, ആ വലിയ ഉറപ്പ് ദൈവമക്കൾക്ക് ഉണ്ടായാൽ മതി. അവിടെ പറയുന്നത് അതിന് കാരണം അവനവരെ നിർഭയമായി നടത്തുകയാൽ, ഭയലേശമന്യേ, ഭയമില്ലാതെ കർത്താവ് നമ്മെ നടത്തും. അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യപ്പെട്ടുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവജനം മുൻപോട്ട് പോകട്ടെ. നാം അവന്റെ ആടുകൾ, അവൻ നമ്മുടെ ശ്രേഷ്ഠ ഇടയനാണ്. ഇന്ന് പകൽക്കാലം ആ ഇടയനെ നമ്മൾ വാസ്തവമായി പിൻപറ്റുവാൻ, അവന്റെ ശബ്ദം കേട്ടവനെ അനുധാവനം ചെയ്യുവാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വാക്യം കൂടി പറഞ്ഞ് എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. 100-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, Psalms 100:3 പറയുന്നു: യഹോവ തന്നെ ദൈവമെന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും. ഇന്നുവരെയും ഈ പട്ടണത്തിൽ, ഈ തിരക്കേറിയ പട്ടണത്തിൽ, ഈ മരുഭൂമിയിൽ നമ്മെ അവൻ മേയിച്ചു, അവൻ നമ്മെ പരിപാലിച്ചു. ഇനിയും അവൻ പരിപാലിപ്പാൻ വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, ദൈവമക്കളെ, നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു, ആരും അധൈര്യപ്പെട്ടു പോകരുത്, ആരും ഭയന്നു പോകണ്ട. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്, നമ്മുടെ കുടുംബത്തോടു കൂടെയുണ്ട്, നമ്മുടെ സഭയോട് കൂടെയുണ്ട്. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ മാനിക്കും എന്ന് ദൈവജനത്തെ പ്രബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.